ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മിയന്മിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു അടിപൊളി ക്ലീനിങ് ടിപ്സാണ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലെ കിച്ചണിലും ബാത്റൂമിലൊക്കെ ഇതുപോലത്തെ സ്റ്റീലിൻ്റെയൊക്കെ ടാപ്പ് ഉണ്ടാവുകയില്ലേ? ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ ടാപ്പാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനകത്ത് ഇങ്ങനെ തുരുമ്പൊക്കെ പിടിച്ചിട്ട് ഒരു പഴയ പോലെ ആയിട്ട് അഴുക്കൊക്കെ പിടിച്ച് അടിഞ്ഞിരിക്കും. കുറച്ച് നാൾ നമ്മൾ ക്ലീൻ ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അത് ഈ ടാപ്പിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിയിട്ട് വെള്ളമൊന്നും വരാതെ നമുക്ക് ടാപ്പൊക്കെ പിന്നെ പുതിയത് വാങ്ങിച്ചിടേണ്ടൊക്കെ ആവശ്യമൊക്കെ വരും. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ടാപ്പിലേക്ക് കറകളൊക്കെ എങ്ങനെ കളഞ്ഞ് പുതിയതുപോലെ ആക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഞാൻ 2 ടിപ്പ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കണേ. ഈ ഒരു ടാപ്പ് എൻ്റെ വീട്ടിലെ ബാത്റൂമിലെ ടാപ്പാണ്. ഇതിനകത്ത് കുറച്ച് കറകളൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ കൈ പിടിക്കുന്ന സ്ഥലത്ത് അധികം കറകളുണ്ടാവില്ല. നമ്മുടെ കൈയൊന്നും പിടിക്കാത്ത സ്ഥലങ്ങളിൽ കുറച്ച് മുകളിലോട്ടൊക്കെ നല്ലപോലെ കറയൊക്കെ ആയിട്ടിരിപ്പുണ്ടാകും. അത് നമുക്ക് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു സൊല്യൂഷൻ തയ്യാറാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ ചായപ്പൊടിയാണ്. നമ്മൾ രാവിലെയും വൈകുന്നേരമൊക്കെ ചായ തിളപ്പിക്കുമ്പോൾ ഈ ചായപ്പൊടി കളയാറല്ലേ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ചായപ്പൊടിയൊക്കെ കളയാതെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ തയ്യാറാക്കുന്നതിന് യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഈ ചായപ്പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1.5 കപ്പോളം വെള്ളം ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. നല്ല കുറേ നേരം ഇട്ട് തിളപ്പിക്കുകയൊന്നും വേണ്ട. ഇങ്ങനെ ഒന്ന് പതഞ്ഞ് പൊങ്ങി വരുന്നത് വരെ നമുക്ക് തിളപ്പിച്ചാൽ മതി. അതിനുശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി വയ്ക്കാം. ചൂടോടുകൂടി നമ്മൾ ഉപയോഗിക്കരുത്. തണുത്തതിന് ശേഷം മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ തേയില വെള്ളം തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മുടെ വീട്ടിലുള്ള 2-3 സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ ചേർക്കുന്നത് 1 സ്പൂൺ ബേക്കിംഗ് സോഡയാണ്. സോഡാപ്പൊടിയൊക്കെ മിക്കവാറും എല്ലാവരുടെയും വീട്ടിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് വിനാഗിരിയാണ്. സിന്തറ്റിക് വിനീഗറാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഞാനൊരു 1/2 ലെമൺ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് സോപ്പ് പൊടി, 1 സ്പൂണോളം സോപ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ലിക്വിഡ് ഡിറ്റർജൻ്റാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ 1 സ്പൂൺ ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇതിനകത്ത് നാരങ്ങയുടെ കുരുവൊക്കെ ഇല്ലേ, അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് ഇത് അരിച്ചെടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇത് ഈ സ്പ്രേ ബോട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ ബാത്റൂമിലെ ടാപ്പ് കഴുകാൻ വേണ്ടി പോവുകയാണ്. ഇതിങ്ങനെ ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മൾ ആദ്യം പിഴിഞ്ഞ ലെമണിൻ്റെ തൊലി ഉപയോഗിച്ചിട്ട് ഇതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്. നാരങ്ങയുടെ തൊലി നമുക്ക് ക്ലീൻ ചെയ്യുന്നതിന് വളരെയധികം യൂസ്ഫുൾ ആണ്. നല്ലൊരു തിളക്കമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും കറകളൊക്കെ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടും നാരങ്ങയുടെ തൊലി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഈ നാരങ്ങയുടെ തൊലി ഉപയോഗിച്ച് എല്ലാ സ്ഥലത്തും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. തേക്കുന്നതിനൊപ്പം തന്നെ ഞാൻ ഈ സ്പ്രേ ബോട്ടിൽ ഇത് സ്പ്രേ ചെയ്തും കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട്. നല്ലപോലെ കറകളൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഈ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഒന്ന് തേച്ചൊരച്ച് കൊടുക്കാം. ഒരുപാട് കറകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് നേരം ഈ ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം കഴുകി കളയാം. എനിക്കിപ്പോൾ ഇവിടെ അധികം കറകളൊന്നും ഇല്ലാത്തതിനെ ഞാൻ പെട്ടെന്ന് തന്നെ കഴുകി കളയുകയാണ്. ഇതുപോലെ നമ്മൾ ഈ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഉരച്ചുടയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറേ സമയമൊന്നും ഇട്ടോ ഉരയ്ക്കൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും. ഇനി ഞാൻ ഒരു ഉപയോഗിക്കാത്തൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സ്ക്രബ്ബറും നാരങ്ങയുടെ തൊലിയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ കൈ എല്ലാ സ്ഥലത്തും എത്തുകയെന്നില്ല. ഇതിൻ്റെ സൈഡുകളിലൊക്കെ അടിഭാഗത്തൊക്കെ നമുക്ക് തേക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ഞാനൊരു ബ്രഷ് എടുത്തിട്ട് ആ ബ്രഷ് ഉപയോഗിച്ച് എല്ലാ സ്ഥലവും ഉരച്ചു കൊടുക്കുന്നുണ്ട്.
ഒരു 5 മിനിറ്റ് പോലും വേണ്ട നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതൊന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടാപ്പും ഇപ്പോഴത്തെ ടാപ്പും കണ്ടില്ലേ, നല്ലൊരു വ്യത്യാസം കാണുന്നുണ്ടല്ലോ. നല്ല പുതിയതുപോലെ തിളങ്ങുന്നുണ്ട്, നല്ലൊരു ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ട്. അധികം പണച്ചെലവൊന്നും ഇല്ലാതെ, പൈസ ചിലവൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പൈസയും ലാഭിക്കാം, സമയവും ലാഭിക്കാം, പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാം. നമ്മൾ ഇതുപോലെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ടാപ്പുകളൊക്കെ നല്ല പുതിയതുപോലെ ഇരിക്കുകയും ചെയ്യും. ടാപ്പുകളൊക്കെ പെട്ടെന്ന് കേടുവരാതിരിക്കുകയും ചെയ്യും. ഇനി ഞാൻ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഇതിപ്പോൾ എൻ്റെ ബാത്റൂമിൽ തന്നെയുള്ളൊരു വാഷ് ബേസിനിലെ ടാപ്പാണ്. ഇത് അധികം യൂസ് ചെയ്യാറൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറച്ചധികം കറകളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മുടെ കോൾഗേറ്റ് ഇല്ലേ, വൈറ്റ് കളറിലെ കോൾഗേറ്റ് ആണ് തേച്ച് കൊടുക്കുന്നത്. ഇത് ഞാൻ എല്ലാ സ്ഥലത്തും ഒന്ന് ബ്രഷ് ഉപയോഗിച്ചിട്ട് എല്ലാ സ്ഥലത്തും തേച്ച് പിടിപ്പിക്കുകയാണ്. അധികം കറകളുള്ളത് കൊണ്ട് തന്നെ ഇതൊരു 5 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യാൻ പോവുകയാണ്. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഉരച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളിത് വെള്ളം ഉപയോഗിച്ച് കഴുകി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാപ്പ് നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലത്തെ ടാപ്പുകളൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയി എങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഫാമിലിയിലേക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്ക് എല്ലാവർക്കും ബൈ. താങ്ക് യു.